ഈ അടുത്ത ദിവസങ്ങളിലായി ഉണ്ടായ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഹൈക്കോടതി വിധിയെയും ഭരണഘടനാപരമായ എല്ലാറ്റിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ചാൻസലർ കൂടിയായ ഗവർണർ പുതിയ നിയമനം എല്ലാ സ്കീമുകളും ലംഘിച്ചുകൊണ്ടുള്ളതാണ് എന്നതാണ് സംഘപരിവാറിന് വേണ്ടി നടത്തിയിട്ടുള്ള പുതിയ നിയമനവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സാങ്കേതിക സർവകലാശാല താൽക്കാലിക VCയുടെ ചുമതല സർക്കാർ പട്ടികയിൽ നിന്നാകണമെന്ന വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചതിന് ശേഷം 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഗവർണർ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി തന്നിഷ്ടപ്രകാരം VCയുടെ ചുമതല നൽകിയിട്ടുള്ളത് എന്നത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് കോടതി വ്യവഹാരം സൃഷ്ടിച്ച് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് ഇതിൻ്റെ പിന്നിൽ ഗവർണർ ഉദ്ദേശിക്കുന്നത്. കോടതി വിധി തുടർച്ചയായി ഉണ്ടായിട്ടും അവയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് ഗവർണറുടെ യാത്ര. ഈ ഗവർണർ ചുമതലയേറ്റതിന് ശേഷം 9 വിധികളാണ് ഇദ്ദേഹത്തിനെതിരെ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ 9 കാര്യവും ഞാൻ ഓരോന്നായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. 9 കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 9 എന്ന് പറഞ്ഞാൽ വിടുകയാണ്. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ 11 സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കുന്നതിനെതിരെ ആദ്യത്തെ കോടതി വിധി. സാങ്കേതിക സർവകലാശാല ഇടക്കാല VCയായി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ വിധി. കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മൂന്നാമത്തെ വിധി. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണവും കമ്മിറ്റി കൺവീനറുടെ നിയമനവും ഹൈക്കോടതി റദ്ദാക്കി. നാലാമത്തെ വിധി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തീരുമാനമെടുക്കാൻ വൈകിയ കേരള ഗവർണർക്കെതിരെ സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനം. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളായി 4 ABVP പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. 6 സർവകലാശാലകളിൽ സർവകലാശാല പ്രതിനിധികളില്ലാതെ ചാൻസലർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി കോടതി സ്റ്റേ ചെയ്തു. സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം ഹൈക്കോടതി റദ്ദാക്കി. 3 സർവകലാശാലകളിലുള്ളത്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാൻ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഗവർണർക്കെതിരായിട്ട് വന്ന 9 ഹൈക്കോടതി സുപ്രീം കോടതി പരാമർശങ്ങളും വിധിയുമാണ് ഉണ്ടായിട്ടുള്ളത്. കാവ്യവൽക്കരണത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഏറ്റെടുക്കുന്നതിന് സർവീസ് സംഘിൻ്റെ ഓഫീസിൽ
ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നമസ്കരിച്ച് ചാർജ് എടുക്കാൻ വന്ന വൈസ് ചാൻസലറുടെ ചിത്രം. ഇപ്പോൾ ഗോൾവാൾക്കറുടെ മുമ്പിൽ പോയി നമസ്കരിച്ച് യാതൊരു മാനസിക പ്രയാസവുമില്ലാതെ ചാർജ് എടുക്കുകയാണ്. ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ട് ഇപ്പോഴും വളരെ പ്രസക്തമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച ഭരണഘടനയുടെ പ്രിയാമ്പിളിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തല്ലി തകർക്കുന്നതിനു വേണ്ടി മതരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ടേക്ക് വെക്കുന്ന ഗോൾവാൾക്കറുടെ മുന്നിൽ പോയി നമസ്കരിച്ചിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന സർവകലാശാല വൈസ് ചാൻസലറുടെ ഒരു മനോനില എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ ഈ കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം ബോധ്യമായിട്ടുള്ളതാണ്. അതുതന്നെയാണ് RSSും സംഘപരിവാർ വിഭാഗവും കാവ്യവൽക്കരണത്തിന് വേണ്ടി ഗവർണറെ ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്.